എല്ലാവർക്കും നമസ്കാരം. ക്രിറ്റിക്കൽ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ ഈവനിങ് അനാലിസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ മാർക്കറ്റിൻ്റെ വ്യൂ നിങ്ങൾ പറഞ്ഞ പോലെ നിഫ്റ്റി നോക്കുമ്പോൾ നിഫ്റ്റി എന്താണ് എന്നാൽ നിഫ്റ്റി ഞാൻ പറഞ്ഞ പോലെ 23,370 ഭാഗത്തുനിന്ന് ഇതിലിപ്പോൾ ഞാൻ ഇന്നത്തെ ലെവൽ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചേക്കാണ്. 23,370 ഭാഗത്ത് നിഫ്റ്റി ഇറങ്ങി ഇന്നലത്തെ POC ആയ 23,216 ഭാഗത്തു നിന്ന് ഏകദേശം പറഞ്ഞാൽ 150 പോയിന്റ് 160 പോയിന്റ് കിടന്ന് നിഫ്റ്റി കളിക്കുകയാണ് ചെയ്തത്. അതേപോലെ നമ്മളെ ബാങ്ക് നിഫ്റ്റി എന്താണ് ചെയ്തത്? 50,180 200 ഭാഗത്ത് നിന്ന് കളിച്ച് തിരിച്ച് ഇന്നലത്തെ വിവാപ്പായ 49,680 ഭാഗത്ത് കിടന്ന് കളിച്ച് ഏകദേശം ഇങ്ങനെയാണ് നമ്മളെ മാർക്കറ്റും കിടന്ന് കളിച്ചത്. ഇപ്പോൾ നമ്മളെ മാർക്കറ്റ് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ബാലൻസ് ഡേ ആയിരുന്നു, നോർമൽ ഡേ ആയിരുന്നു. ഇന്ന് മൊത്തത്തിൽ പൊതുവെ ഒരു മൂവ്മെൻറ്റ് തന്നില്ല. പിന്നെ ഞാൻ ഇന്ന് ക്യാപ്ഷനിൽ പറഞ്ഞ രണ്ടാമത്തെ കാര്യമായ നിർമ്മല സീതാരാമൻ ജി, അതെ, അവർ വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് എനിക്കൊന്നും പറയാൻ പറ്റില്ല. മാർക്കറ്റിന് എന്നെ സംബന്ധിച്ചത് നെഗറ്റീവ് ന്യൂസാണ് മാർക്കറ്റിന്. കാരണം അവർ കഴിഞ്ഞ 4 വർഷം മാർക്കറ്റിന് ഫേവറബിൾ ആയിട്ടുള്ള, പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ് ആൻഡ് ടാക്സ് പേയിങ് ആൻഡ് നമ്മളെപ്പോലെ ട്രേഡേഴ്സിന് വളരെയധികം ഫേവറബിൾ ആയിട്ടുള്ള ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് നമ്മുടെ മാർക്കറ്റ് ഇത് വളരെ പോസിറ്റീവായി എടുക്കുമെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. അപ്പം അത് എങ്ങനെ എടുക്കും നാളത്തെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന പോലെ ഇരിക്കും. എന്നെ സംബന്ധിച്ച് 23,216 താഴെ മാർക്കറ്റ് വരെയാണെങ്കിൽ 23,000 വരെയുള്ള ചാൻസ് കൂടുതലാണ്. അതാണ് ഞാൻ നമ്മുടെ ഇമേജ് വച്ചേക്കുന്നത്. എന്താണ് 23,000 നിഫ്റ്റി വരുമോ ചോദിച്ചുള്ള ആ ഒരു കാര്യം അതിൽ വച്ചേക്കുന്നത് അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ നാളത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് എന്തായിരിക്കും, ആ ഓപ്പണിംഗ് അനുസരിച്ച് ബാക്കിയുള്ള മൂവ്മെൻറ്റ് നടക്കാം. എല്ലാ കാര്യങ്ങളും നാളത്തെ ഓപ്പണിംഗ് ഡിപ്പെൻഡ് ചെയ്തേക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഓർത്തോളുക, ഇത് വളരെ പോസിറ്റീവായിട്ട് നമുക്ക് ഈ ന്യൂസിനെ മാർക്കറ്റ് കൊണ്ടുപോകാം, നെഗറ്റീവായിട്ടും കൊണ്ടുപോകാം. എന്ത് സംഭവിക്കണമെങ്കിൽ നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യണം. അപ്പോൾ നമുക്ക് മാർക്കറ്റ് പ്രൊഫൈൽ വ്യൂവിലേക്ക് കിടക്കാമോ? അപ്പോൾ നിഫ്റ്റിയുടെ ബാങ്ക് നിഫ്റ്റിയുടെ നിങ്ങൾ നോക്കുക. നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരം നിഫ്റ്റി കൃത്യമായി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ബാലൻസ്ഡ് പ്രൊഫൈലായിരുന്നു നിഫ്റ്റി. കൃത്യമായി പറയുകയാണെങ്കിൽ നിഫ്റ്റി ഓപ്പൺ ചെയ്ത് 23,300 ഭാഗത്ത് ഓപ്പൺ ചെയ്തിട്ട് അവിടെ നിന്ന് കയറി 410 വരെ പോയി തിരിച്ച് വേണ്ടി ഇറങ്ങി. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ, 23,377 എന്ന് പറഞ്ഞാൽ ഈ POCക്ക് മുകളിൽ പോകുമ്പോഴൊക്കെ റിജക്ഷൻ വന്ന് താഴേക്ക് വന്ന് ഈ POCയുടെ ഭാഗത്തേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ 2-3 പ്രാവശ്യം നല്ലൊരു ട്രേഡ് നമുക്ക് റൂമിൽ കിട്ടിയായിരുന്നു. നമ്മൾ സ്കാൽപ്പ് ചെയ്തു, വലിയ മൂവ്മെൻ്റ് ഒന്നും കിട്ടിയില്ല. വളരെയധികം 15 പോയിന്റ് 18 പോയിന്റ് 20 പോയിൻ്റൊക്കെ സ്കാൽപ്പിങ്ങിലേക്ക് ചെയ്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി നമ്മൾ പറയുകയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് ബാലൻസ് ഡേ ആണ്. ബാലൻസ് ഡേ പ്രകാരം ഇന്നത്തെ POC വന്നിരിക്കണം 23,329. അപ്പോൾ നമ്മളെ ബുള്ളിഷ് ലെവൽ സ്റ്റാർട്ട് ചെയ്യണത് 23,377 മുകളിലാണ്. ഞാൻ പറഞ്ഞ പോലെ 23,377 മുകളിൽ 425, അതിന് മുകളിൽ എത്രയാണ്? അതിന് മുകളിൽ നമ്മൾ പറഞ്ഞ പോലെ 510. ഞാൻ പറഞ്ഞ ആ ലെവലുകളെല്ലാം വർക്ക് ചെയ്യും. ഏതൊക്കെയാണ്? 23,377 മുകളിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് നമ്മുടെ ഫസ്റ്റ് ലെവലായ 23,425, 23,514, 23,566, അതിന് മുകളിൽ നിൽക്കുമ്പോൾ 715 വരാം. ഇനി താഴോട്ടുള്ള ലെവൽ ഒരു മാറ്റമില്ല. എന്താണ് താഴേക്ക് പറയുകയാണെങ്കിൽ 23,216 താഴെ നിൽക്കുമ്പോൾ 23,146 എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ വിവാപ്പം. അതിന് താഴെ 23,110, 23,075, അതിന് താഴെ 23,024, അതിന് താഴെ 22,968 എന്ന് പറഞ്ഞ ഈ ലെവലും വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആ ലെവൽ ഞാൻ ഇവിടെ കൃത്യമായിട്ട് വരച്ചു വെച്ചിട്ടുണ്ട്. 23,216 താഴെ 23,146, 23,110, 23,076, 20,024, 22,968. ഇതാണ് നമ്മളെ ലെവൽ. ഇപ്പോൾ ഓർത്തുകൊള്ളുക, നാളെ മാർക്കറ്റ് 23,216 പൊട്ടിയാൽ മാത്രമേ താഴേക്ക് അടിക്കുകയുള്ളൂ. ഇനി മുകളിലോട്ട് കയറി പോകണമെങ്കിൽ 23,377 കടക്കണം. ഇല്ല എങ്കിൽ ഇതിനകത്ത് മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും റേഞ്ച് തന്നെ ആയിരിക്കും കാണുന്നത്. അതായത് ബാലൻസ് ഫോർമേഷൻ വരെയുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. 23,216നും 23,374 ഇടയ്ക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇനി നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റിയുടെ ലെവലാണ്. ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽ നിഫ്റ്റിയെ പോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയും ഒരു മാറ്റവും ഇല്ല, ബാലൻസ് ഡേ ആണ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ബാലൻസ് ഡേ ആണ്. ഇന്നത്തെ POC എന്ന് പറഞ്ഞാൽ 49,860, ഇന്നത്തെ വാല്യൂ ഏരിയ ഹൈ എന്ന് പറഞ്ഞാൽ 50,080 ആണ്. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം, 50,080 മുകളിൽ മാത്രമേ നമുക്കിനി ബൈയെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. അതിന് മുകളിൽ ബൈ വരണമെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ 50,175, അതിന് മുകളിൽ 50,425 എന്ന് പറഞ്ഞ ഈ ഒരു ലെവൽ, 415 എന്ന് പറഞ്ഞ ഈ ലെവലും 415 മുകളിൽ
574 574 മുകളിൽ അതിന് അടുത്ത ലെവൽ എത്രയാണ് 50,846 ലെവലും. ഇനി താഴോട്ടാണെങ്കിൽ 49,681 താഴെ വരെയാണെങ്കിൽ 49,400 ഏതാണ് 410 എന്ന് പറഞ്ഞാൽ ഈ POCയും 410 താഴെ 49,300 49,300 താഴെ അടുത്തത് എത്രയാണ് 49,067 എന്ന് പറഞ്ഞ ഈ ലെവലും വരാം. അപ്പോൾ ഇത് നിങ്ങൾ ബാങ്ക് നിഫ്റ്റി നിങ്ങൾക്ക് പ്ലേയേഴ്സ് ആണെങ്കിൽ ബാങ്ക് നിഫ്റ്റി കൃത്യമായി ഓർത്തേക്കുക. ഞാൻ ഈ ലെവൽ ഞാൻ വ്യക്തമായി ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. സോ നമ്മളെ സംബന്ധിച്ച് 49,000 ഈ 50,000 എന്ന് പറഞ്ഞാൽ ഞാൻ അതിനൊന്ന് മാറ്റിയിട്ട് ഞാൻ ഒരു കാര്യം ചെയ്യാം. 50,000 നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി ഞാൻ മാറ്റാം. 50,080 ആക്കാം. 50,080 മുകളിൽ മാത്രമേ ഇനി ഒരു ബൈനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. 50,080 മുകളിൽ വരികയാണെങ്കിൽ 50,175 415 568 അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് മുകളിൽ 864 അതിന് മുകളിൽ 50,060. താഴോട്ട് വരികയാണെങ്കിൽ 49,680 ഇപ്പോഴും സ്ട്രോങ് സപ്പോർട്ടാണ്. അതിന് താഴെ 410 അതിന് താഴെ 230 പഴയ ഒരു POC ഏരിയയാണ്. അതിന് താഴെ 49,060 എന്ന് പറഞ്ഞാൽ ഈ ലെവൽ. ഇത് കഴിഞ്ഞ ആഴ്ച വന്ന ഒരു ഫെയിൽഡ് ഓപ്ഷൻ വന്ന ലെവലാണ്. ഇപ്പോൾ ഇതാണ് നമ്മളെ ബാങ്ക് നിഫ്റ്റി ലെവലും. എല്ലാവരും ഒരിക്കൽ കൂടി വീഡിയോ കാണുക, റിപ്പീറ്റ് ചെയ്ത് കാണുക. ഈ ലെവൽ പ്രകാരം എങ്ങനെ ട്രേഡ് ചെയ്യണമെന്ന് നിങ്ങൾ 5 മിനിറ്റ്സിലെ ചാർട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമ്മൾ നാളത്തെ മാർക്കറ്റ് എങ്ങനെ ഓപ്പൺ ചെയ്യുന്ന പോലെ ഇരിക്കും നമ്മുടെ ട്രേഡ് സെറ്റപ്പ് നാളെ വരാൻ പോകുന്നത്. എല്ലാവരും ഒരിക്കൽ കൂടി വീഡിയോ കാണുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കും കമൻറ്റും നൽകുക. ബെൽ ബട്ടൺ അമർത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നിന്നുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് സൈൻ ഓഫ് ചെയ്യുന്നു. നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. ടേക്ക് കെയർ, ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.